ഹലോ കൂട്ടുകാരെ. അപ്പൊ ടോംസ് FSO ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൊമാറ്റോയെ പറ്റിയാണ്. ടൊമാറ്റോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടൊമാറ്റോയുടെ സയന്റിഫിക് നെയിം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും പറയാമോ ടൊമാറ്റോയുടെ ബൊട്ടാണിക്കൽ നെയിം പറയാമോ? ലൈക്കോപെർസിക്കം എസ്കലാൻഡം. അപ്പൊ സൊളാനം ലൈക്കോപെർസിക്കം എന്താ? അതുണ്ട്. രണ്ട് ബൊട്ടാണിക്കൽ നെയിം ഒരു ചെടിക്കോ? അതൊരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ രണ്ട് ബൊട്ടാണിക്കൽ നെയിം ആയിരിക്കില്ല, ചിലപ്പോൾ അതൊരു സിനോനിം ആയിരിക്കും. അത് തന്നെ വേറൊരു പര്യായ പേരായിരിക്കും. ഇതില് പക്ക ഏതാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ എനിക്ക് അറിയില്ല, ഞാൻ അടിച്ചു നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മള് ജസ്റ്റ് സൊളാനം ലൈക്കോപെർസിക്കം എന്ന് കിട്ടുക. ഈ സൊളാനം എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സൊളനേസിയ ഫാമിലി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ചുണ്ട ഇങ്ങനെ ഉണ്ടായിട്ടിരിക്കുന്നു. എന്ത് എന്ത് കൃത്യമായിട്ട് നമ്മളെ മലയാളികളെ പേര് കൊടുത്ത് ചുണ്ട ഉണ്ട എല്ലാം സൊളനേസിയാണ്. ഓക്കെ, അപ്പൊ സൊളാനം ലൈക്കോപെർസിക്കം. തക്കാളി അതുപോലെ അല്ലേ ഇരിക്കുന്നത്? അല്ല സാർ, എന്റെ വീട്ടിലെ തക്കാളി ട്രയാങ്കിൾ ആണ്, സ്ക്വയർ ആണ്. അങ്ങനെയാണോ? അല്ലല്ലോ. എന്നാൽ തക്കാളി സ്ക്വയർ ഷേപ്പിൽ ഉണ്ടോ? പറയാമോ കൃഷ്ണേന്ദു, ഉണ്ടോ? പറയ് കൃഷ്ണേന്ദു, തക്കാളി സ്ക്വയർ ഷേപ്പിൽ ഉണ്ടോ? സ്ക്വയർ വേണ്ട. കണ്ടിട്ടില്ല. ശരിക്കും തക്കാളി സ്ക്വയർ ഞാൻ ഷേപ്പിലുണ്ട്. കണ്ടിട്ടില്ല. തക്കാളി സ്ക്വയർ ഷേപ്പിലുണ്ട്. അതതിന്റെ DNA രൂപമൊക്കെ മാറ്റി സ്ക്വയർ ഷേപ്പിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നിർത്തി പുറത്തൊരു രാജ്യത്ത് അത് ചെയ്തായിരുന്നു. അത് നമുക്കത് വേണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ നമുക്ക് ബൊട്ടാണിക്കൽ നെയിം സൊളാനം ലൈക്കോപെർസിക്കം. അതെങ്ങനെ ഓർത്തിരിക്കും? അതിനാണല്ലോ ഇവിടെ വന്നത്. എങ്ങനെ ഓർത്തിരിക്കും? സൊളാനം എങ്ങനെ ഓർക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. സൊളാനം എന്ന് വെച്ചാൽ ഉണ്ട, ചുണ്ട, അങ്ങനത്തെ ഫാമിലി വരുന്നത് ചുണ്ട. അപ്പോ ആ ഉണ്ട ആണ് നമ്മുടെ തക്കാളി. അപ്പൊ സൊളാനം കിട്ടി. പിന്നെ വേണ്ട ലൈക്കോപെർസിക്കം. ലൈക്കോപെർസിക്കം അതെങ്ങനെ കിട്ടും? ലൈക്കോപെർസിക്കം കിട്ടാൻ എളുപ്പമാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്നയൊക്കെ നല്ല അടിപൊളിയായിട്ട് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി പോലെ മുഖം ഇങ്ങനെ ഇരിക്കും. അപ്പൊ ആ ലൈക്കോ എന്ന് വെച്ചാൽ ലൈ, പെഴ്സിക്കം എന്ന് വെച്ചാൽ കയ്യിന്ന് പേഴ്സിന്ന് പൈസ അടിച്ച് മാറ്റിക്കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലൈക്കോ പെഴ്സിക്കം മനസ്സിലായല്ലോ. അതാണ് സൊളാനം ലൈക്കോപെർസിക്കം. ഓക്കെ, ഇനി പറയുന്നത് ഇതിന്റെ കോമൺ നെയിം എന്താണ്? സൊളാനം ലൈക്കോപെർസിക്കത്തിന്റെ ടൊമാറ്റോ. ടൊമാറ്റോ എന്നാണ് കോമൺ നെയിം. അതിന്റെ ഓർഡർ നമ്മൾ പറയില്ലേ, ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ അതിന്റെ അകത്ത് ഓർഡറും ഫാമിലിയും പറയും. ഫാമിലി സൊളനേസി തന്നെയാണ്. ഓർഡർ എന്ന് പറയുന്നത് സൊളനെയിൽസ് ആണ്. സൊളനെയിൽസ്, SOLANALES. അതൊന്നും ചോദിക്കത്തില്ല. ഇതൊക്കെ ബോട്ടണിക്കാരോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, നമ്മൾ അതല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു ഔട്ട് വ്യൂ. ഇനി പറയുന്നത് ഒറിജിൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ടൊമാറ്റോ എവിടെയാണ് ആദ്യമായിട്ട് ഉത്ഭവിച്ചത്? പറയാമോ? ആർക്കെങ്കിലും അറിയാമോ? കേരളത്തിലാണോ? അല്ല, തക്കാളി ആദ്യമായിട്ട് ഉദിച്ചത് സൗത്ത് അമേരിക്കയിലാണ്. ഓക്കെ, സൗത്ത് അമേരിക്കയിലാണ് ആദ്യമായിട്ട് ടൊമാറ്റോ ഒറിജിൻ ആയത്. പിന്നെ പറയുന്നത് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതെവിടെ കൾട്ടിവേറ്റ് ചെയ്യും? കൾട്ടിവേറ്റഡ് ടൊമാറ്റോ വാസ് ബ്രോട്ട് ടു യൂറോപ്പ്. കൾട്ടിവേറ്റ് ചെയ്ത ടൊമാറ്റോയിലെ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ആരാ കൊണ്ടുവരുന്നത്? സ്പാനിഷുകാര്. 16ാമത്തെ സെഞ്ചുറിയിലാണ് സ്പാനിഷുകാര് ടൊമാറ്റോയെ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ലേറ്റർ ആ യൂറോപ്പിൽ നിന്ന് ആ സാധനത്തിനെ സദേൺ ആൻഡ് ഈസ്റ്റേൺ ഏഷ്യയിൽ എത്തി. അങ്ങനെയാണ് നമ്മുടെ കയ്യിൽ അത് കിട്ടിയത്. ആദ്യം ആരാണ്? യൂറോപ്പിലേക്ക് സ്പാനിഷുകാർ കൊണ്ടുവന്നു. ആ സ്പാനിഷുകാര് അവിടെ നിന്ന് പിന്നെ ഈസ്റ്റേൺ ആൻഡ് സദേൺ ഏഷ്യയിലേക്ക് കൊണ്ടുവരുവാണ് ചെയ്തത്. ഇനി കർണാടകയില് ഇത് എവിടേക്ക് ഉണ്ടെന്ന് വെച്ചാൽ കോളാറിലുണ്ട്, ബെൽഗാമിലുണ്ട്, മാന്തിയയിലുണ്ട്,
ഹവേരിയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. ഹോ, അവസാനം പറഞ്ഞ സ്ഥലം അറിയാം സാർ, ഞങ്ങൾക്ക് ബാംഗ്ലൂരുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് കർണാടകയിലുള്ളത്. ഒന്നുമില്ല, ബെൽഗാവ്, കോളാറ്, മാന്തിയ, ഹവേരി, ഇത്രയും സ്ഥലത്തുണ്ട്. പിന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ ഇതിന്റെ ഉപയോഗങ്ങൾ. ഇറ്റ് ഈസ് റെഫേർഡ് as പുവർ മാൻസ് ഓറഞ്ച്. അപ്പോ ഇപ്പോഴാണ് എനിക്കൊരു സന്തോഷമായ, കാരണം നമ്മുടെ FSOയില് ഒരു ക്വസ്റ്റ്യൻ വന്നത് ഇപ്പോഴാ. പുവർ മാൻസ് ഓറഞ്ച്, വിച്ച് among the following is പുവർ മാൻസ് ഓറഞ്ച്? നല്ല ചോദ്യമല്ലേ? പുവർ മാൻസ് ഓറഞ്ച് എത്ര പേർക്കറിയാം? പുവർ മാൻസ് ഓറഞ്ച് എന്ന് ചോദിച്ചിട്ട് ഓറഞ്ച് ഓപ്ഷനിൽ കൊടുക്കണം, ലെമൺ കൊടുക്കണം, സിട്രസ് ഫ്രൂട്ട്സ് എല്ലാം കൊടുക്കണം, എന്നിട്ട് തക്കാളിയും കൊടുക്കണം. കാരണം തക്കാളി ഒരു സിട്രസ് ഫ്രൂട്ട് ആണ്. ആണോ? ആണോ കൃഷ്ണേന്ദു? ആണോ? അനക്കില്ല അല്ലേ? പിന്നെ പെട്ട് ഞാൻ. പറ. അറിയില്ല. അറിയില്ല. അപ്ന പറ. അപ്ന ആണോ? അപ്ന മിണ്ടുന്നില്ലല്ലോ. അപ്ന തിരക്ക് പിടിച്ചിരുന്ന് എഴുതുമായിരിക്കും. പറയ അപ്ന, ആണോ അല്ലയോ? ടൊമാറ്റോ ഒരു സിട്രസ് ഫ്രൂട്ട് ആണോ അല്ലയോ? അത് അടുത്ത ചോദ്യം കേട്ടോ. അങ്ങനെ ചോദിച്ചൂടെ, ടൊമാറ്റോ ഇസ് എ സിട്രസ് ഫ്രൂട്ട്? സിട്രസ് ഫ്രൂട്ട് ആണ്. അതെ സിട്രസ്. അല്ലേ? എന്തെങ്കിലും ഒന്ന് ആണ് അല്ല? ആണ്. അപ്പോ ഈ ഞാൻ സിട്രസ് ഫ്രൂട്ട് ഒക്കെ വിട്, ഈ സാധനത്തിന് പറയുന്ന പേരാണ് പുവർ മാൻസ് ഓറഞ്ച്. എവിടെയെങ്കിലും എഴുതിയിട്ടോ പുവർ മാൻ ഓറഞ്ച്? ടൊമാറ്റോ ആണ് പുവർ മാൻ ഓറഞ്ച്. അതെങ്ങനെ കിട്ടുമെന്ന് അറിയാം. ഞാൻ ചുമ്മാ കോഡൊന്നുമല്ല, എന്നാലും ഒന്ന് കാണിച്ചു തരാം. പുവർ മാന്റെ ഓറഞ്ച് എന്നല്ലേ പറഞ്ഞ? ആണ്. ഈ പുവർ എന്ന് പറയുന്ന വാക്കിൽ എത്ര ഓ ഉണ്ട്? അപ്പൊ സർ പുവർ മാൻസ് ആപ്പിൾ ഏതാ? അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പൊ തൽക്കാലം ഓറഞ്ച് അല്ലേ നിൽക്കുന്ന, ആപ്പിള് പിന്നെ പഠിക്കാം. ഇപ്പൊ ആപ്പിള് പറഞ്ഞോ. ആപ്പിൾ ആണോ ടൊമാറ്റോ അതോ ഓറഞ്ചോ? അങ്ങനെ ഉണ്ടോ? ആപ്പിളൊന്നും ഉണ്ടോ? അതെവിടെയാ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ അതൊന്ന് അയക്കണേ എനിക്ക്. ഓക്കെ ഓക്കെ, ഗുഡ്. അപ്പൊ തൽക്കാലം ഓറഞ്ചിന്റെ ഇനി അതെല്ലാം വിട്. ഇപ്പൊ ആപ്പിളും ഓറഞ്ചും വന്നല്ലോ, സന്തോഷമായി. എന്തുവാണെങ്കിലും പുവർ ഉണ്ടല്ലോ, അതാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ ആപ്പിളോ ഓറഞ്ചോ മുന്തിരിയോ എന്തുവാണോ എടുത്തോ, പക്ഷെ ഇവിടെ പുവർ ഉണ്ട്. ഈ പുവറിന്റെ അകത്ത് ഓറഞ്ച് ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾ കണ്ടോ? ഇവിടെ ഒരു ഓ ഉണ്ട്, ഇവിടെ ഒരു ഓ ഉണ്ട്. ടൊമാറ്റോയില് 2 ഓ ഉണ്ട്, ഇല്ലേ? എനിക്ക് ഇങ്ങനെ അറിയത്തുള്ളൂ. അപ്പൊ പുവർ കിട്ടി. പുവർ മാൻസ് ഓറഞ്ച് കിട്ടിയോ? ഇപ്പൊ ആപ്പിൾ ആണെങ്കിലും കിട്ടിയോ? അപ്പൊ പ്രശ്നം തീർന്നല്ലോ. പുവർ മാൻ ഓറഞ്ച്, പുവർ മാൻ ആപ്പിള്. ആപ്പിൾ എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ കൺഫേം ഇല്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്രയും? ഇനി പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ദേ ആർ റിച്ച് ഇൻ മിനറൽസ്. ഏതൊക്കെ മിനറൽസ് ആണ് നമ്മുടെ ടൊമാറ്റോയിലുള്ളത്? ആദ്യം പറയുന്നത് കാൽഷ്യം, പിന്നെ സോഡിയം. കാൽഷ്യം ഉണ്ട്, സോഡിയം ഉണ്ട്. പിന്നെ വൈറ്റമിൻസ് ഉണ്ട്. ഏതൊക്കെ വൈറ്റമിനാ ഉള്ളത്? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ജെ കെ. അങ്ങനെയൊന്നും അല്ല, എല്ലാം ഇരുന്നങ്ങ് എഴുതുക. ഏതൊക്കെ ഉണ്ട് നിങ്ങളടുത്ത ഞാൻ ചോദിച്ച അപ്ന? ഏതൊക്കെ ഉണ്ട്? പറയൂ അപ്ന പറയൂ, ഏതൊക്കെ വൈറ്റമിൻസ് ഉണ്ട്? എയും സിയും ഡിയും. ബിയും എയും ബിയും സിയും, അത്രേ ഉള്ളൂ. എ ബി സി ഉണ്ട്. ഓക്കെ, കാരണം എന്താ? ടി ഫോർ ടൊമാറ്റോ. ഇങ്ങനെയല്ലേ പിള്ളേരെ ആദ്യം കാലത്ത് പഠിപ്പിക്കുന്ന? എ ഫോർ ആപ്പിൾ, ബി ഫോർ ബാറ്റ്, അല്ലെങ്കിൽ ബോള്. അപ്പോ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സാധനം ടൊമാറ്റോ. അപ്പൊ ABCD കാലഘട്ടത്തുണ്ട്. അപ്പൊ ഏതൊക്കെ വൈറ്റമിൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ABC, കണ്ണും പൂട്ടി അപ്പോഴേ പറഞ്ഞേക്കണം, ABC. ഓക്കെ, ഇനി അത് മറക്കില്ലല്ലോ, ABC. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി പറയുന്ന കാൽഷ്യം, സോഡിയം. അതെങ്ങനെ കിട്ടും? എങ്ങനെ കിട്ടും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എങ്ങനെ കിട്ടും? ഞാൻ ചോദിക്കാം.
ഞാൻ ഇവർ രണ്ടുപേരെ സ്പെസിഫിക് ആയിട്ട് എടുത്തതല്ല, അവരെനിക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് എടുക്കുന്നതാ. പറയൂ കൃഷ്ണൻ, എങ്ങനെ കിട്ടും നമുക്ക് സോഡിയവും കാൽഷ്യവും? അതൊന്നും വേണ്ട. കൃഷ്ണേന്ദുവിന് അറിയുന്ന ടൊമാറ്റോ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പറയൂ. സോസ്, ടൊമാറ്റോ സോസ്. സോസ്. യെസ്, ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് എങ്ങനെയാ നമ്മൾ കഴിക്കുന്നത്? നമ്മൾ നക്കുവല്ലേ ചെയ്യുന്ന? നക്കുക, NaCA, നക്കിയില്ലേ? അപ്പൊ കിട്ടിയില്ലേ സോഡിയം കാൽഷ്യം കിട്ടിയോ? നക്കി, NaCA കിട്ടി. അപ്പോ അതുപോലെ ABC വിറ്റാമിൻ, എന്ത് സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. ഇനി അത് പഠിക്കാനേ നിൽക്കരുത്. കാരണം ടൊമാറ്റോ കിട്ടിയാൽ നക്കിയാൽ അതിന്റെ മിനറൽസ് ആയി. ഇത്രയും നല്ല കോഡ് എവിടെ കിട്ടും? നക്കണം, NaCA, അത് കിട്ടി. പിന്നെ നമ്മള് കൊച്ചിലെ പഠിച്ചിട്ടുണ്ട് വൈറ്റമിൻസ്, ആദ്യം തൊട്ടേ പഠിപ്പിക്കുന്ന ടൊമാറ്റോ ABC കഴിഞ്ഞു. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പൊ അതും കിട്ടി. ഇനി അടുത്തത്, ഇറ്റ് സൂപ്പ് ഈസ് എ ഗുഡ് റെമഡി ഫോർ പ്രിവെന്റിങ് എന്ത്? കോൺസ്റ്റിപ്പേഷൻ. അതുകൊണ്ടാണ് തക്കാളി കഴിച്ചു കഴിയുമ്പോ ചെറുന്ന് പറഞ്ഞ് പോണത്. ഓക്കെ, കോൺസ്റ്റിപ്പേഷൻ പ്രിവെന്റ് ചെയ്യും. കോൺസ്റ്റിപ്പേഷൻ എന്താന്ന് എല്ലാവർക്കും അറിയാൻ തോന്നുന്നല്ലേ? നിസ്താറെ കേൾക്കുന്നുണ്ടോടാ? കേൾക്കുന്നുണ്ട് സർ. എന്താണ് കോൺസ്റ്റിപ്പേഷൻ? പറയൂ. വയറ്റിന്ന് പോയല്ലേ സർ? വയറ്റിന്ന് പോവത്തില്ല, അതാണ് കോൺസ്റ്റിപ്പേഷൻ. നമ്മൾ തക്കാളി കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പോവും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയേ? അപ്പോൾ അതിന്റെ സൂപ്പിനെ പറ്റിയാണ് പറഞ്ഞത്, സൂപ്പ് കൊണ്ടുള്ള ഉപയോഗം. അല്ലെങ്കിൽ ഏത് സൂപ്പ് കഴിച്ചാലും വയറ്റിന്ന് പോകും, സ്വാഭാവികം. ഇനി റെഡ് കളർ, ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇത് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. റെഡ് കളർ ഓഫ് ടൊമാറ്റോ ഈസ് ഡ്യൂ ടു, പറയാമോ? അപ്ന പറയാമോ? എന്താണ്? ലൈക്കോപ്പീൻ. കാരണം ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു? നേരത്തെ പറഞ്ഞല്ലേ, തക്കാളി പോലെ ചുമന്നിരിക്കും. ലൈക്കോപ്പീൻ കിട്ടിയോ? എന്നാല് അത് മുമ്പ് ഞാൻ പഠിപ്പിച്ചു വെച്ചിട്ട് ഓർമ്മ വെച്ചിട്ട് പറഞ്ഞതെന്ന് എനിക്കറിയാം. എന്നാല് യെല്ലോ കളറോ? അതും പഠിപ്പിച്ചത്. യെല്ലോ കളറോ ടൊമാറ്റോയുടെ അല്ലെന്നേ ഉള്ളൂ. യെല്ലോ കളറിന്റെ കാരണം കരോട്ടിനാണ്. ഓക്കെ, കരോട്ടിനാണ് യെല്ലോ കളറിന് കാരണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോ ഈ കരോട്ടിൻ എങ്ങനെ കിട്ടും മഞ്ഞ കളർന്ന്? സിമ്പിൾ ആണ്ട്രാ. ക്യാരറ്റ് ഒക്കെ അരിയുമ്പോ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു മഞ്ഞ കളർ കാണാം. ഓക്കെ, അപ്പൊ ക്യാരറ്റിൽ നിന്ന് കിട്ടി. ക്യാരറ്റ് ഒന്നും എഴുതി വെക്കല്ലേ, ഇല്ലേ എഴുതി. നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത ടൊമാറ്റോയ്ക്ക് പകരം ക്യാരറ്റ്. യെല്ലോ കളർ ഓഫ് ക്യാരറ്റ് ഈസ് ഡ്യൂ ടു കരോട്ടിനോയിഡ്. ശരിക്കും അത് ശരിയായിരിക്കാം, കാരണം യെല്ലോ കളർ ഒരു പിഗ്മെന്റ് ആണ്. അതിന് കാരണമായതാരാ? ക്യാരറ്റിന്റെ കേസ് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ കരോട്ടിനോയിഡ് ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി പറയുന്നത് ടൊമാറ്റോ ക്യാൻ റെഡ്യൂസ് ഹൈ ബ്ലഡ് പ്രഷർ. ഭയങ്കര ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഓർക്കും? സിമ്പിൾ ആണ്. നല്ല തുടുത്ത് വെളുത്തൊരു സുന്ദരി കുട്ടി നമ്മുടെ മുമ്പിൽ തുടുതൂടാ എന്താ കവളൊക്കെ ഇങ്ങനെ ചുമന്ന് നിൽക്കുന്നത്, അല്ലെ കൊച്ചിനടുത്താണ് ആളിലിരിക്കുമ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്ന ആള് വരെ തണുത്തു പോകും. അതാണ് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരെ വരെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ ഇത്രയും? ഓക്കെ, ഇനി പറയുന്നത്, ഇത്രയും ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? അടുത്ത പറയുന്നതെന്ന് വെച്ചാല് പ്രൊഡക്ഷൻ ടെക്നോളജി. അതിൻ്റെ അകത്ത് ടൊമാറ്റോയുടെ കേസ് എടുത്താൽ ടൊമാറ്റോയുടെ ക്ലൈമറ്റ് പറയുന്നുണ്ട്. ഡേ വിത്ത് ഒപ്റ്റിമൽ ടെമ്പറേച്ചർ. ഒപ്റ്റിമൽ ടെമ്പറേച്ചർ എത്രയായിരിക്കണം? 21 തൊട്ട് 28 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. 21 തൊട്ട് 28 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം അതിന്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഡ്യൂറിങ് ഡേ ടൈമിൽ. ഓക്കെ, അത് നിങ്ങൾ മറക്കരുത്. രാവിലത്തെ അവസ്ഥയാണ് പറഞ്ഞ. എന്നാൽ നൈറ്റില് ഈ പറയുന്നത് തന്നെ അതിന്റെ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ 15 തൊട്ട് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്.
15 തൊട്ട് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇത് ചോദിക്കാം, കാരണം ടൊമാറ്റോയുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ ടൊമാറ്റോയുടെ ടെമ്പറേച്ചർ അഫക്റ്റ് ചെയ്യും, നമ്മുടെ ഫ്രൂട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറും ചോദിക്കാം. അപ്പൊ ആദ്യം ഞാൻ ടൊമാറ്റോയുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ ആണ് പറയുന്നത്. രാവിലെ 21 തൊട്ട് 28 എങ്ങനെ കിട്ടും? സിമ്പിൾ ആണ്. എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ടൊമാറ്റോ എടുക്കും. നമ്മള് ഒരു കടയിൽ പോവുകയാണ്. ഒരു പച്ചക്കറി കടയിൽ ചെന്നിട്ട് എഴുതിയിരിക്കുന്ന കൃഷ്ണേന്ദു വന്നു വെച്ചോ. കൃഷ്ണേന്ദു വലിയ എടുത്ത് പച്ചക്കറി കടയിൽ പോയിട്ട് ഒരു തക്കാളി എടുത്തു. എന്നിട്ട് 2 കൈയിലൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി. കഷ്ടകാലത്തിന് ആ തക്കാളി തറയെ വീണ് പൊട്ടി, അല്ലെങ്കിൽ എന്താ പറയാ, ചമ്മന്തി ആയിപ്പോയി. അപ്പോ കൃഷ്ണേന്ദുവിന്റെ മൈൻഡിൽ 8ന്റെ പണി കിട്ടിയെന്ന് മനസ്സിലായി. അതാണ് ഇവിടെ സംഭവിച്ചത്. 2 കൈയാണ് ചതിച്ചത്. അപ്പോ 21 എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണേന്ദു ഒറ്റ കൈയില് ടൊമാറ്റോ വെച്ച് കളിച്ച് 2 കൈയിലും ആക്കി. അവസാനം ഈ 2 കൈ മൂലം നമുക്ക് 8ന്റെ പണി കിട്ടി. അതാണ് 28. ഓക്കെ, അപ്പൊ 21 തൊട്ട് 28 കിട്ടിയില്ലേ? ഓക്കെ, ഇനി പറയുന്ന അത് രാവിലെ ചെയ്ത പരിപാടിയാണ്. എന്നാൽ രാത്രി ആയി കഴിഞ്ഞപ്പോ വേറെ കാര്യമാണ് പറയുന്നത്. രാത്രി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും നിങ്ങളൊക്കെ ഉറങ്ങാൻ എത്ര മിനിറ്റ് എടുക്കും? ചില ആൾക്കാർക്ക് 15 മിനിറ്റ് വേണം ഒന്ന് ഉറക്കം വരെ. ഓക്കെ, 15 മിനിറ്റ് കഴിയുമ്പോ എന്താ 2 കാലും 2 കൈയും തളർത്തിയിട്ട് പുള്ളിക്കാര് ഉറങ്ങും. അതാണ് ഈ 20. ഓക്കെ, 15 തൊട്ട് 2 മിനിറ്റ് ഒന്നും വരത്തില്ലല്ലോ, 15 തൊട്ട് 20 മിനിറ്റ് അങ്ങനെ ആലോചിച്ചാലും മതി രാത്രി. ഇതെങ്ങനെ തക്കാളിയായിട്ട് ബന്ധപ്പെടുത്തും? അതല്ലേ നമുക്ക് വേണ്ടത്. അല്ല നമ്മൾ ഉറങ്ങുന്നത് കിട്ടിയിട്ട് നമുക്കെന്ത്? സിമ്പിളാടാ. ഈ മിക്കവാറുള്ള എല്ലാ സ്ത്രീജനങ്ങൾ, സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തക്കാളിയൊക്കെ മുഖത്തിങ്ങനെ തേച്ചിട്ടാണ് പോയി കിടക്കുന്നത്. അപ്പൊ 15 തൊട്ട് 20 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ഈ പറയുന്ന വലിയ കർത്തവ്യം ഒപ്റ്റിമം ടെമ്പറേച്ചർ കിട്ടി. ഇനി പറയുന്നത് 32 ഡിഗ്രി സെൽഷ്യസിന് മേലെ, 32 ഡിഗ്രി സെൽഷ്യസിന് മേലെ ആയിക്കഴിഞ്ഞാൽ, അഥവാ 12 ഡിഗ്രി സെൽഷ്യസിന്റെ താഴോട്ടായാലും, 12 ഡിഗ്രി സെൽഷ്യസിന് താഴോട്ടായാലും നമ്മുടെ ഫ്രൂട്ടിനെ അത് അഫക്റ്റ് ചെയ്യും. രാവിലെ അതായത് ഡേ ടൈമില് 32 ഡിഗ്രി സെൽഷ്യസ്. അത് നിങ്ങൾ ആലോചിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. നമ്മളെ ഫ്രൂട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് 32 ഡിഗ്രി സെൽഷ്യസ് മേലെയും അതുപോലെ തന്നെ 12 ഡിഗ്രി സെൽഷ്യസ് താഴെ. അപ്പൊ ഇതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഡേ ടൈമില് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒറ്റ കൈ, നിങ്ങൾക്ക് 3 കൈ ഇല്ലല്ലോ, ഇല്ല. അതുകൊണ്ട് 3 കൈ ഇല്ലാത്ത പണി ചെയ്ത് കഴിഞ്ഞാൽ ചീത്താവും. അപ്പൊ 32 കിട്ടി. ഓക്കെ, 32 അവിടുന്ന് ക്ലിയർ ആണ്. പിന്നെ പറയുന്നത് 12 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഈ സാധാരണ നിങ്ങൾക്കൊരു 12 തക്കാളിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ 1 കിലോ ആവും. 1 കിലോ ആവത്തില്ല, അതില് അളിഞ്ഞ തക്കാളിയാണ്. അപ്പം ഈ 12 ഡിഗ്രി താഴെ രാത്രി ആയിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും ആ ഫ്രൂട്ടിന് എന്തെങ്കിലും പറ്റും. അത് അതിനെക്കാട്ടിയും ക്ലിയർ ആയിട്ട് ആലോചിക്കാൻ പറ്റിയ, ഞാൻ പറഞ്ഞില്ലേ, മുഖത്ത് തേച്ചിട്ട് നിങ്ങൾ കിടക്കുമല്ലേ, മുഖത്ത് തേച്ചിട്ട് ഒരു 12 മണി വരെയൊക്കെ അത് വെച്ചുകൊണ്ടിരുന്നാൽ എന്ത് പറ്റും? തീർച്ചയായിട്ടും ആ ഫ്രൂട്ടിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? അത്രയാണ് നമ്മുടെ പ്രൊഡക്ഷൻ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട ഒപ്റ്റിമം ടെമ്പറേച്ചറും അതുപോലെ ഫ്രൂട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറും. ഓക്കെ, ഇനി പറയുന്ന സോയില് ഗ്രോസ് വെൽസ് ഇൻ ഓൾ കൈൻഡ് ഓഫ് സോയിൽ. എന്റെ ദൈവമേ, ഞാൻ രക്ഷപ്പെട്ട്. എല്ലാ സോയിലും വളരും നന്നായിട്ട്. എല്ലാ സ്പെസിഫിക് പറഞ്ഞിരുന്നെങ്കിൽ പെട്ടേനെ. അപ്പൊ എല്ലാ സോയിലും വളരും. അതുപോലെ ബട്ട് വെൽ ഡ്രെയിൻഡ് ഫെയർലി ഫെർട്ടൈൽ സോയിൽസ് റിച്ച് ഇൻ ഓർഗാനിക് മാറ്റർ.
അതെപ്പോഴും പറയത്തില്ലേ, വളക്കൂറുള്ള മണ്ണില് നല്ല വിളവ് കിട്ടും, ഓർഗാനിക് മാറ്റർ ഉള്ളിടത്ത് നല്ലപോലെ വളരും. പിന്നെ പി എച്ച് പറയുന്നുണ്ട്, പി എച്ച് 6 to 7 ആണ്, 6 to 7, 6 to 7 ആണ് പി എച്ച്. 6 to 7 ആണ്. ഓക്കെ, ടൊമാറ്റോ എന്നല്ലേ ഞാൻ പറഞ്ഞത്? ആണേ, 1, 2, 3, 4, 5, 6. ഓക്കെ, പി എച്ച് ആ വാക്കി തന്നെ ഉണ്ട്, 6 to 7. ഓക്കെ, ക്ലിയർ ആണേ? ഇത്രയും ക്ലിയർ ആണേ? ഇനി പറയുന്നത് മെച്ചൂരിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ്. മെച്ചൂരിറ്റി സ്റ്റാൻഡേർഡ്സിൽ മെച്ചൂരിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചാൽ എന്താണ് അപ്ന മെച്ചൂരിറ്റി സ്റ്റാൻഡേർഡ്സ്? അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈം, കറക്റ്റ് ടൈം. ഓക്കെ. അതിൻ്റെ അകത്ത് ഇമ്മച്ചുവർ ആണെങ്കിൽ അതിന്റെ കളർ എന്തായിരിക്കും? സാർ, ചുമല കളർ. സാർ പറ, എന്ത് കളർ ആയിരിക്കും? ഗ്രീൻ. അത് പ്രത്യേകിച്ച് ഞാൻ പഠിപ്പിക്കണ്ടല്ലോ. ഇമ്മച്ചുവർ ആണെങ്കിൽ ഗ്രീൻ. പിന്നെ മെച്ചുവർ ആണെങ്കിൽ റെഡ്. മെച്ചുവർ ആണെങ്കിലും ഗ്രീൻ, മെച്ചുവർ ആണെങ്കിലും ഗ്രീൻ, ഇമ്മച്ചുവർ ആണെങ്കിലും ഗ്രീൻ തന്നെ. പിന്നെ ടേണിംഗ് ഓർ ബ്രേക്കർ, അതുപോലെ ഈ പറയുന്ന സാധനം റെഡ് ആയി കഴിഞ്ഞാല് ഓവർ റൈപ്പ് സ്റ്റേജ് ആയി. അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഉള്ള അവസ്ഥ അറിയാം കേട്ടോ. ഏതിൻ്റെ അകത്ത്? ചെടിക്കകത്ത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതിൻ്റെ അകത്ത് മെച്ചൂരിറ്റി ഇൻഡെക്സ് തൽക്കാലം അത്ര അറിഞ്ഞാൽ മതി. അൺറൈപ്പ് ആയാലും റൈപ്പ് ആയാലും പച്ച കളർ ഉണ്ടോ? കാരണം വേറൊന്നും കൊണ്ടല്ലടാ, ഈ ടൊമാറ്റോ എന്ന് പറയുന്ന സാധനത്തെ നമ്മള് ദൂര സ്ഥലങ്ങളിൽ കയറ്റി അയക്കുമ്പോൾ അത് പച്ച കളറിലുള്ളതാ കയറ്റി അയക്കുന്നത്. അടുത്തുണ്ടെങ്കിൽ നമ്മൾ ചുമന്ന കളർ കയറ്റി അയക്കും. അത് നമ്മൾ അങ്ങോട്ട് വരുമ്പം കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഹാർവസ്റ്റിംഗ്. ഹാർവസ്റ്റിംഗ് എന്ന് വെച്ചാൽ വിളവെടുക്കുന്നത്. ഈൽഡ്സ് അറൌണ്ട് 70 to 75 days ആഫ്റ്റർ പ്ലാന്റിങ്. 70 തൊട്ട് 75 ദിവസം നമുക്ക് വിളവെടുക്കാം നട്ടിട്ട്. ബട്ട് ഒരു കണ്ടീഷൻ, നിങ്ങൾ വെള്ളം ഒഴിക്കണം. ഇല്ലെങ്കിൽ 70 തൊട്ട് 75 ദിവസവും വിളവെടുക്കില്ല. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പൊ 70 മറക്കില്ല, 70 to 75. 7 എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പറയൂ അപ്ന. പറ. പി എച്ച് 6 to 7 ആണ്. അപ്പൊ ഇവിടെ 70 തൊട്ട് 75 നിങ്ങൾ മറക്കണ്ട. അതുപോലെ തന്നെ യൂഷ്വലി ഫ്രൂട്ട്സ് ആർ ഹാർവെസ്റ്റഡ് വിത്ത് ഹാൻഡ്സ് ബൈ ജെന്റിൽ ട്വിസ്റ്റ്. എന്താണ് ഈ ജെന്റിൽ ട്വിസ്റ്റ്? ഇങ്ങനെ ഒരു ട്വിസ്റ്റ്. ഏതാ സിനിമയ്ക്കകത്തൊക്കെ ഉണ്ട് ഒരു ട്വിസ്റ്റ്? അതേ സിനിമയെ ഞാൻ മറന്നു കേട്ടോ. അപ്പൊ ഒരു ട്വിസ്റ്റ്. ഓക്കെ, എന്നിട്ട് ഈൽഡ് എന്ന് പറയുന്നത് ഏകദേശം വെറൈറ്റി ആയിട്ടുള്ള ടൊമാറ്റോ ആണെങ്കിൽ നമുക്ക് 25 തൊട്ട് 30 കിട്ടും. എത്ര കിട്ടും? 25 തൊട്ട് 30. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ കഷ്ടപ്പെട്ട് 70 തൊട്ട് 75 ദിവസം ആയപ്പോഴാണ് അറുത്തത്, ട്വിസ്റ്റ് ചെയ്തത്. പക്ഷെ നമുക്ക് അതിന്റെ പകുതിയെ കിട്ടുന്നുള്ളൂ വെറൈറ്റി ആയിട്ട്. 25 തൊട്ട് 30. കറക്റ്റായി 30 എന്ന് പറയുന്നത് 70ന്റെ പകുതിയാണ്. ഓക്കെ, ക്ലിയർ ആണ്? എന്നാൽ ഹൈബ്രിഡ് ആണെങ്കിൽ നമുക്ക് 50 തൊട്ട് 60 കിട്ടും. എത്ര കിട്ടും? ഹൈബ്രിഡ് എന്ന് പറയുന്നത് 50 തൊട്ട് 60 കിട്ടും. അതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ നിങ്ങൾ വലിയ ഹൈബ്രിഡിന്റെ തല അങ്ങനെ ഉണ്ടാക്കണ്ട. ഹൈബ്രിഡ് തക്കാളി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ എടുക്കണം. ഇതാണ് 50, 60. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ കുറച്ച് വലിപ്പമുള്ളതല്ലേ? ഓക്കെ, അത് പിന്നെ ഓർക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഈ വലിപ്പം എന്നുള്ളത് നിങ്ങൾ സാധാരണ എങ്ങനെയാ കാണിക്കുന്നത്? ഇങ്ങനെയല്ലല്ലോ കാണിക്കുന്നത്, ഇങ്ങനെയല്ലേ കാണിക്കുന്നത്. അതാണ് 50 തൊട്ട് 60. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഗ്രേഡിങ് പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, സൂപ്പർ എ, സൂപ്പർ, ഫാൻസി, കൊമേഴ്ഷ്യൽ. 4 എണ്ണം ഉണ്ട്. സൂപ്പർ എ, സൂപ്പർ, ഫാൻസി, കൊമേഴ്ഷ്യൽ. അങ്ങനെ ഗ്രേഡിങ് ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റി. പിന്നെ പറയുന്നത് സ്റ്റോറേജ് ആണ്. ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഫോർ എത്ര ദിവസം വെക്കാൻ പറ്റും അപ്ന? വീട്ടില് പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. എത്ര ദിവസം നമുക്ക് തക്കാളി വെക്കാം? ഒരു 2 വീക്ക് ഒക്കെ. 2 to 4 weeks വെക്കാം. ഓക്കെ, എത്ര ഡിഗ്രി വെക്കണം?
എന്റെ സാറേ ആ ഫ്രിഡ്ജ് എടുത്ത് വെക്കുന്നുണ്ട്, അതിന്റെ ഡിഗ്രി ഒന്നും ഞാൻ നോക്കാറില്ല. പറയൂ. ആ 5 to 10. 10 to 13 ഡിഗ്രി ആണ്. ഓക്കെ, 10 to 13 ഡിഗ്രി ആണ് വെൻ ഹാർവസ്റ്റഡ് അറ്റ് റെഡ് ആൻഡ് ഗ്രീൻ സ്റ്റേജ്. റെഡ് അല്ലെങ്കിൽ ഗ്രീൻ സ്റ്റേജ് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോ ഇതെങ്ങനെ ഓർക്കൂന്ന് വെച്ചാല് വളരെ സിമ്പിൾ ആണ്. അത് സ്റ്റോർ ചെയ്യുന്ന ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, 2 തൊട്ട് 4 ആഴ്ച വെക്കാം. ഓക്കെ, അത്രയും ക്ലിയർ ആണേ. ഇനി അപ്നയുടെ വീട്ടിലെ ഫ്രിഡ്ജില് അപ്ന തുറക്കുന്നത് എങ്ങനെയായിരിക്കും? ഏത്? ഇതല്ല, ആദ്യത്തെ ഡോർ തുറക്കും, പിന്നെ നമ്മളെ തക്കാളി താഴെയല്ലേ ഇരിക്കുന്ന, ഇങ്ങനെയല്ലേ തുറക്കുന്നത്. ഇങ്ങനെ എത്രയുണ്ട്? 10. അതാണ് 10 to 13 ഡിഗ്രി. ഓക്കെ, ആ 10 കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ടത്. ആ ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈ തക്കാളി ഇരിക്കുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 2 തൊട്ട് 4 ആഴ്ച വരെ അതിരിക്കും. ഓക്കെ, ഇനി മാർക്കറ്റിംഗ്. മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് റോഡ് വേ വഴിയാണ്. റോഡ് വേ വഴി ട്രാൻസ്പോർട്ട് ചെയ്യും. ഒപ്റ്റിമം മെച്ചൂർഡ് ടൊമാറ്റോസ് ആർ മാർക്കറ്റഡ് യൂഷ്വലി അറ്റ് ലോക്കൽ നിയർ ബൈ മാർക്കറ്റ്സിലാണ്. ഒന്നുമില്ല, അടുത്തുള്ള മാർക്കറ്റിലാണ് ഒപ്റ്റിമം മെച്ചോർഡ് ടൊമാറ്റോസിന് നമ്മൾ കൊടുക്കുന്നത്. പ്രീ മെച്ചോർഡ് ഗ്രീൻ ടൊമാറ്റോസ് ആർ ട്രാൻസ്പോർട്ടഡ് ഫോർ ഡിസ്റ്റൻസ്, അല്ലെ ഡിസ്റ്റന്റ് മാർക്കറ്റിംഗ്. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, അതായത് പച്ച കളറിൽ ഇരിക്കുന്നതാണെങ്കിൽ അതിന് ദൂരെയുള്ള മാർക്കറ്റിൽ കൊടുക്കും. അതുപോലെ ഒപ്റ്റിമം മെച്ചൂർ ആയിട്ടുള്ള ചുമന്ന തക്കാളി ആണെങ്കിൽ അടുത്തുള്ള മാർക്കറ്റിൽ കൊടുക്കും. ഇനി പ്രോസസ്സിങ്ങിന് വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, ഡീപ്പ് റെഡ് കളർ ഫ്രൂട്ട്സ് ആയിരിക്കണം, ലോ pH ആയിരിക്കണം, ഹൈ TSS ആയിരിക്കണം, ഹൈ വിസ്കോസിറ്റി കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം, ഫോം ആൻഡ് ഈസി പീലിംഗ്, എളുപ്പം നമുക്ക് അതിന്റെ തൊലിയൊക്കെ കളയാൻ പറ്റണം, ക്രാക്ക് റെസിസ്റ്റൻസ് ആയിരിക്കണം. ക്രാക്ക് റെസിസ്റ്റൻസ് എന്താന്ന് മനസ്സിലായോ? എന്താണ് ക്രാക്ക് റെസിസ്റ്റൻസ്? കൃഷ്ണേന്ദു, എന്തേ ക്രാക്ക് റെസിസ്റ്റൻസ്? ടൊമാറ്റോയിലെ ക്രാക്കറൊക്കെ വെച്ച് പൊട്ടിക്കണം. പറ. പൊട്ടാൻ പാടില്ല. ക്രാക്ക് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അത് ചമ്മന്തി ആയി പോകും ഇല്ലെങ്കിൽ. ഓക്കെ, അപ്പൊ പ്രോസസ്സിങ്ങിന് അവര് അത്രയും നല്ല സാധനങ്ങളെ എടുക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ അടിഞ്ഞ സാധനം അവർ എടുക്കില്ലെന്ന് ചുരുക്കി പറഞ്ഞാൽ അതാണ് കൺക്ലൂഷൻ. ആ ഡീപ്പ് റെഡ് കളർ ഫ്രൂട്ട് ആയിരിക്കണം, നല്ല ചുമ ആയിരിക്കണം, ലോ pH ആയിരിക്കണം, pH വളരെ കുറവായിരിക്കണം. നോർമൽ pH അറിയാലോ, 6 to 7. ഇനി ഹൈ TSS ആയിരിക്കണം, വിസ്കോസിറ്റി ഭയങ്കര കൂടുതലായിരിക്കണം, അതുപോലെ കൺസിസ്റ്റൻസിയും കൂടുതലായിരിക്കണം. കണ്ടിട്ടില്ലേ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം, എളുപ്പം തൊലിക്കാൻ പറ്റണം, ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ അതിന്റെ തൊലിയൊക്കെ കളയാൻ പറ്റണം. അത് കാരണം ഞാൻ പറഞ്ഞല്ലേ, ഇത് നമ്മൾ വലിയ ഫാക്ടറിയിലോട്ട് വിടുമ്പോൾ അല്ലെങ്കിൽ ഇന്നൊന്നും വരത്തില്ല പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി പ്രോസസ്ഡ് പ്രൊഡക്ട്സ്, പ്രോസസ് ചെയ്ത പ്രൊഡക്ട്സ് നമുക്ക് എന്തൊക്കെയുണ്ട് ഇന്ന് മാർക്കറ്റിൽ? ഒന്ന്, സിറപ്പ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, കെച്ചപ്പ് ഉണ്ട്, ജാം ഉണ്ട്, സോസ് ഉണ്ട്, പിക്കിൾ ഉണ്ട്, പേസ്റ്റ് ഉണ്ട്, പ്യൂരി ഉണ്ട്. എത്രയും സാധനങ്ങൾ നിലവിലുണ്ട്. ഈ പറഞ്ഞ പ്രൊഡക്ട്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഞാൻ എൻ്റെ പഴയ വീഡിയോകളിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ പോയി കാണുക, അതിൻ്റെ അകത്തുണ്ട്. ഇത്രയും ആണ് പ്രോസസ്ഡ് പ്രൊഡക്ട്സ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ്. എന്താണ് ഫിസിയോളജിക്കൽ ഡിസോർഡർ? ഫിസിയോളജി എന്ന് വെച്ചാല് നമ്മൾ പുറമേ കാണുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ഫ്രൂട്ട് ക്രാക്കിംഗ് എന്ന് വെച്ചാല് എക്സ്ട്രീം ആയിട്ട് വാട്ടർ സപ്ലൈക്ക് ഫ്ലക്ച്വേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ടെമ്പറേച്ചറിന് ഫ്ലക്ച്വേഷൻ വരുമ്പോൾ നമ്മുടെ തക്കാളി വെന്ത് കീറും. എപ്പോഴൊക്കെയാണ് അപ്ന? എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാത്രം അല്ല, ടെമ്പറേച്ചർ മാത്രമല്ല, ഒരു സാധനം കൂടെ ഉണ്ട്. എന്താണ് കൃഷ്ണേന്ദു? എക്സ്ട്രീം വാട്ടർ പ്രഷർ വരുമ്പോ.
വാട്ടർ പ്രഷർ അല്ല, വാട്ടർ സപ്ലൈ. എന്ന് വെച്ചാൽ ഒന്നുമില്ല, വെള്ളം ഒഴിക്കുന്നതിന് നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ഒരേപോലെ ഒഴിക്കാതെ അങ്ങോട്ട് തോന്നുമ്പോൾ ഒഴിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിനൊരു വ്യതിയാനം സംഭവിക്കുമ്പോൾ, ഫ്ലക്ച്വേഷൻ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ മാറുമ്പോൾ നമ്മുടെ ടൊമാറ്റോ ക്രാക്ക് വരും. അതാണ് ടൊമാറ്റോ ക്രാക്ക്. ആണോ? ഫ്രൂട്ട് ക്രാക്കിംഗ് എന്ന് പറയുന്ന ആ ഫിസിയോളജിക്കൽ ഡിസോർഡർ വരും. 2, ബ്ലോസം എൻഡ് റൂട്ട്. രണ്ടാമത്തെ ആ പറയുന്ന ഡിസോർഡർ ആണ് ബ്ലോസം എൻഡ് റൂട്ട്. ഈ ബ്ലോസം എൻഡ് റൂട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോക്കൽ ഡെഫിഷ്യൻസിയാണ് എന്തിന്റെ? കാൽഷ്യത്തിന്റെ അറ്റ് എ ക്രിട്ടിക്കൽ സ്റ്റേജ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട്. കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി മൂലം ക്രിട്ടിക്കൽ സ്റ്റേജില് ഡെവലപ്മെന്റ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രശ്നമാണ് ബ്ലോസം എൻഡ് റൂട്ട്. ബ്ലോസം എൻഡ് റൂട്ട് ഇൻ ടൊമാറ്റോ ഈസ് ഡ്യൂ ടു, ക്വസ്റ്റ്യൻ വന്നോ? FSO ക്വസ്റ്റ്യൻ വന്നോ? ഇങ്ങനെ വരാം. ബ്ലോസം എൻഡ് റൂട്ട് എന്ന് പറയുന്നത് എന്തിന്റെ ഡെഫിഷ്യൻസി മൂലമാണ്? പറയൂ അപ്ന. കേട്ടില്ല, ഒന്നുകൂടി പറയാം. അതായത് ബ്ലോസം എൻഡ് റൂട്ട് എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതെന്ന് പറയുന്നത് അസോസിയേറ്റ് ചെയ്തേക്കുന്നത് ലോക്കലൈസ്ഡ് പുറമേ ഉള്ള കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി മൂലമാണ്. അത് എപ്പോഴാണ്? ആ ഫ്രൂട്ട് ഡെവലപ്പ് ആവുന്ന സമയത്ത്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ബ്ലോസം എൻഡ് റൂട്ട് അല്ല, റോട്ടാണ് കേട്ടോ, സോറി, റൂട്ട് അല്ല, റോട്ടാണ്. ബ്ലോസം എൻഡ് റോട്ട് എന്ന് പറയുന്ന ഫിസിയോളജിക്കൽ ഡിസോർഡർ ടൊമാറ്റോയ്ക്ക് കാരണമാകുന്നത് എന്ത് മൂലം? ഈസ് ഡ്യൂ ടു കാൽഷ്യം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി പറയുന്നത് സൺ സ്കാൾഡ്. എന്താണ് സൺ സ്കാൾഡ്? സൺ സ്കാൾഡ് എന്ന് വെച്ചാൽ occurs on tomato fruit that have been exposed to too much sun. സൂര്യാഘാതം എന്ന് പറയത്തില്ലേടെ. അപ്പൊ നമ്മുടെ ടൊമാറ്റോ ഓവറായിട്ട് സൂര്യനുമായിട്ട് എക്സ്പോസ് ചെയ്ത ഉണ്ടാവുന്നതാണ് സൺ സ്കാൾഡ്. നിങ്ങൾ ബോൾഡ് എന്ന് കേട്ടിട്ടുണ്ടോ? കൃഷ്ണ? എന്തോ ബോൾഡ് എന്താ? BOLD അല്ല, ബാൾഡ്, BALD. കേട്ടിട്ടുണ്ടോ? എന്താ ബാൾഡ്? ആ പറഞ്ഞോ. കഷണ്ടി. അതുപോലെ തന്നെയാണ് ഇവിടെ ബാൾഡ് അല്ല, സ്കാൾഡ് ആണ്. സൺ സ്കാൾഡ് എന്ന് വെച്ചാൽ ടൊമാറ്റോയുടെ ആ ഭാഗം ഇങ്ങനെ കഷണ്ടി അല്ല, മുട്ടത്തല പോലെ ഇരിക്കും. എന്ന് വെച്ചാൽ വെളുത്തിരിക്കും. ഓക്കെ, ആ ഒരു നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളെ മുടിയില്ലാത്തൊരവസ്ഥ കണ്ട, അതാണ് സൺ സ്കാൾഡ്. ഇനി പറയുന്ന കാറ്റ് ഫേസ്. കാറ്റ് ഫേസ് ഫിസിയോളജിക്കൽ ഡിസോർഡർ ഈസ് സീൻ വിച്ച് അമംഗ് ദ ഫോളോയിങ്. നല്ല ക്വസ്റ്റ്യനുകൾ വരുന്നു ഈ അവസാനമൊക്കെ ആയപ്പോഴേ. അപ്പൊ കാറ്റ് ഫേസ് എന്ന് കേൾക്കുമ്പോ പഠിക്കാത്തൊരു ആളെ സംബന്ധിച്ച് കറക്കി കുത്തും, തീർച്ചയായിട്ടും നെഗറ്റീവ് കിട്ടും, ഉറപ്പാ. കറക്കി കുത്തുമ്പോൾ നെഗറ്റീവ് കിട്ടും. പക്ഷെ കാറ്റ് ഫേസ് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാറ് പറയുന്ന ഒരു ഓർമ്മ ആ ടൊമാറ്റോയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഈ കാറ്റ് ഫേസ് എന്താന്ന് വെച്ചാൽ അൺഫേവറബിൾ ആയിട്ടുള്ള ഗ്രോയിങ് കണ്ടീഷൻ, ലൈക്ക് ഡ്രോപ്സ് ഇൻ ടെമ്പറേച്ചർ, പുവർ സോയിൽ, സോയിലിന് നല്ല പുവർ ആയിട്ടുള്ള സോയിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ടെമ്പറേച്ചറിന് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? കാറ്റ്സ് ഫേസ് വരും. കാറ്റ് ഫേസ്. ഓക്കെ, ടൊമാറ്റോയിൽ കാറ്റിന്റെ ഫേസ് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ആണേ. അടുത്ത പറയട്ടോ. അടുത്തെന്ന് പറയുന്നത് കാറ്റ് ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് പഫിനെസ്. റിസൾട്ട് ഫ്രം ഇൻകംപ്ലീറ്റ് പോളിനേഷൻ, ഫെർട്ടിലൈസേഷൻ, seed development. Incomplete pollination, fertilization and seed development. പോളിനേഷൻ എന്താന്ന് അറിയാലോ നിങ്ങൾക്ക്? അറിയാം. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പോളിനേഷൻ, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ സീഡ് പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ആയില്ലെങ്കിൽ
പഫിനെസ് വരും. ഈ പോളിനേഷൻ എന്താണെന്നറിയാം, പക്ഷെ പൊല്യൂട്ട് അല്ലെങ്കിൽ പൊല്യൂഷൻ എന്താണെന്ന് അറിയാമോ? അതിവിടെ ബന്ധമില്ല, എന്നാലും ഞാൻ പറയാം. പൊല്യൂഷൻ എന്താണെന്ന് അറിയും? പറയാം അപ്പന, എന്താ പൊല്യൂഷൻ? മലിനീകരണം. മലിനീകരണം. പുകയ്ക്കുക. പഫ് വലിക്കത്തില്ലേ, അതാണ് ഈ പഫ്. മനസ്സിലായോ? അതാണ് പഫിനെസ്. അത് ഓർപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പോളിനേഷൻ ആണ്. ഇൻകംപ്ലീറ്റ് പോളിനേഷൻ ഒന്ന്, ഫെർട്ടിലൈസേഷൻ, പിന്നെ ഒന്നും കൂടെ ഉള്ളത് സീഡ് ഡെവലപ്മെന്റ്. ഇനി അവസാനമായിട്ട് പറയുന്നത് ഫ്രോസ്റ്റ് ഇഞ്ചറി. എന്താണ് ഫ്രോസ്റ്റ് ഇഞ്ചറി? ഫ്രോസ്റ്റ് ഇഞ്ചറി എന്ന് വെച്ചാൽ അത് ഫ്രീസ് ആവും, എന്നിട്ട് സെൽസ് എല്ലാം പൊട്ടും, എന്നിട്ട് പ്ലാന്റ് എന്ത് ചെയ്യും? കറുത്തു, ബ്ലാക്ക് ആവും. ആൻഡ് ദ പ്ലാന്റ് ടേൺസ് ബാക്ക്. ഒന്നും കൂടെ പറയാം. ഫ്രോസ്റ്റ് ഇഞ്ചറി എന്ന് വെച്ചാൽ ഫ്രീസ് ആവും, എന്നിട്ട് സെൽസ് എല്ലാം ബേസ്റ്റ് ആവും, ബേസ്റ്റ് ദ സെൽസ് ആൻഡ് ദ പ്ലാന്റ് ടേൺസ് ബ്ലാക്ക്. പ്ലാന്റ് കറുപ്പാവും. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ടൊമാറ്റോയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ ഇനി കാണും വരെ ഗുഡ് ബൈ.